വിഴിഞ്ഞം പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി 2400 കോടി റുപ്യാണ് അദാനി ചെലവഴിച്ചത്. 2400 കോടി റുപ്യ. സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് 5400 കോടി റുപ്യാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടാക്കിയ കരാറാണ്. 5400 കോടി റുപ്യ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ പോർട്ട് ഉണ്ടാക്കുക. 2400 കോടി റുപ്യ അദാനിയും അതിനകത്ത് പങ്കുവയ്ക്കുക. എന്നിട്ട് അദാനിക്ക് 10-45 വർഷം ഈ പോർട്ട് നടത്താനുള്ള സമ്പൂർണ്ണമായ അധികാരം കൊടുക്കുക. സംസ്ഥാന സർക്കാരിന് ഇതിന്റെ വിഹിതം കിട്ടാൻ വേണ്ടി പോകുന്ന 2035 മുതലാണ്. അത് കിട്ടുന്ന വിഹിതം എത്രയാണെന്നറിയാം? ആകെ കിട്ടുന്ന വരുമാനത്തിന്റെ 1% സംസ്ഥാന സർക്കാരിന് കിട്ടുന്നു. ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ കരാറാണ്. ആ കരാർ ലംഘിക്കാൻ വേണ്ടി കഴിയില്ല. കരാറുമായി മുന്നോട്ടേക്ക് പോകണം. അങ്ങനെയാണ് LDF സർക്കാർ ആ കരാറുമായി മുന്നോട്ടേക്ക് പോയിട്ട് പോർട്ട് യാഥാർത്ഥ്യമാക്കിയത്. കരാറുണ്ടാക്കി എന്നല്ലാതെ അതിനുവേണ്ടി നേഴ്സ് ഇറക്കിയ, അതിനുവേണ്ടി TS ഇറക്കിയ, അതിനുവേണ്ടി പണം മുഴുവൻ ചെലവഴിച്ച സർക്കാരിന്റെ കേരളത്തിലായ സർക്കാർ പോർട്ടുണ്ടാക്കി. എന്നിട്ടോ 2400 കോടി റുപ്യ ചെലവഴിച്ച അദാനി അവരുടെ ഓഹരിയുടെ 49% വിൽക്കുകയാണ്. വിൽക്കുന്ന ആർക്കാന്നറിയോ? MSC എന്ന് പറയുന്ന ഒരു ഷിപ്പിംഗ് കമ്പനിക്ക്, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി. എത്ര രൂപന്നറിയോ? 13,000 കോടി റുപ്യ. 2400 കോടി റുപ്യ ചെലവഴിച്ച അദാനി ആ ചെലവഴിച്ച പോർട്ട് ഉദ്ഘാടനം ചെയ്ത ഉടൻ തന്നെ UDF സർക്കാർ അധികാരത്തിൽ വന്ന തന്നെ 13,000 കോടി റുപ്യക്ക് വെറും 49% ഓഹരി വിൽക്കുന്നു. നോക്കണം, അദാനിക്കുണ്ടായിട്ടുള്ള നേട്ടം എത്ര നിങ്ങൾ ആലോചിച്ച് നോക്കി. അതിന്റെ നിയമപരമായ കാര്യങ്ങൾ ഞാൻ നടക്കുന്നില്ല. മുൻകൂട്ടി അനുമതി വാങ്ങേണ്ട ഉൾപ്പെടെയുള്ള നിയമപരമായ കാര്യങ്ങൾ അതൊക്കെ അദാനിക്ക് അങ്ങ് ഒഴിവായി കൊടുത്തു. നിങ്ങൾ മുന്നോട്ട് വിളിക്കൂ, ഞാനെല്ലാം ചെയ്തു തരാം എന്ന് പറയുന്ന VD സതീശന്റെ മുന്നിൽ കൊണ്ടിട്ട് നിൽക്കുന്ന മിസ്റ്റർ വി കുഞ്ഞികൃഷ്ണൻ, നിങ്ങൾ ഏത് മുതലാളിയാ നിങ്ങൾ പിന്തുണക്കുന്നത്? നിങ്ങൾ ഏത് മുതലാളിയാ? ഈ കേരളത്തിന്റെ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ മുതലാളി അദാനി. ആ അദാനിയുടെ കാലിൽ പോയിട്ട് ഇങ്ങനെ വീഴുന്ന VD സതീശന്റെ പിന്നാലെ കൂടുന്ന നിങ്ങൾ ഏത് തൊഴിലാളികളുടെ കൂടെയാ? ഏത് പാവപ്പെട്ടവരുടെ കൂടെയാ? നിങ്ങൾ നോക്കൂ, കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയല്ല ഇപ്പോ ബജറ്റ് അവതരിപ്പിച്ചില്ലേ? ആ ബജറ്റിലെ പരിമാണല് സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഖണ്ഡനം നടത്താൻ വേണ്ടി അനുമതി ഉൾപ്പെടെ നൽകുന്നില്ലേ? ആരോഗ്യ മേഖലയുടെ സ്വകാര്യവൽക്കരണം പറയുന്നില്ലേ? വിദ്യാഭ്യാസ മേഖലയുടെ സ്വകാര്യവൽക്കരണം പറയുന്നില്ലേ? ഇതെല്ലാം ആർക്ക് വേണ്ടിയാ? രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയല്ലേ? വൻകിടക്കാർക്ക് വേണ്ടിയല്ലേ? അങ്ങനെ ചെയ്യുന്ന VD സതീശന് പിന്തുണ കൊടുക്കുന്ന വി കുഞ്ഞികൃഷ്ണൻ അറിയാണ് പോലും താൻ മുതലാളിമാർക്കെതിരായി. ഏത് മുതലാളിക്കെതിരാ വി കുഞ്ഞികൃഷ്ണൻ? ഞങ്ങൾ എന്നിട്ട് മുതലാളിയുടെ പാർട്ടി. നിങ്ങൾ നോക്കൂ, ഈ കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ് പാവപ്പെട്ടവന്റെ പക്ഷത്തുനിന്നുള്ള നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനം. വേറെ ആരാ? നോക്കൂ, ക്ഷേമ പെൻഷൻ 2000 രൂപ ആക്കിയ പാർട്ടി. ആ പാർട്ടിയാണോ? ഇടതുപക്ഷമാണോ മുതലാളിയുടെ പാർട്ടി? ആ പാർട്ടിയാണോ? ആ പ്രസ്ഥാനമാണോ മുതലാളിയുടെ പാർട്ടി? BJP ഗവൺമെന്റ് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വിറ്റുകൊണ്ടിരിക്കുകയാണ്. എയർപോർട്ട് മുഴുവൻ അദാനിക്ക്. നമ്മൾ പറഞ്ഞു തിരുവനന്തപുരം എയർപോർട്ട് വിൽക്കാൻ വേണ്ടി തുടങ്ങും. പറഞ്ഞു ആ എയർപോർട്ട് നിങ്ങൾ വിൽക്കണ്ട, ഞങ്ങൾ എടുത്ത് നടത്തിക്കൊള്ളാം, സംസ്ഥാന സർക്കാർ നടത്തിക്കൊള്ളാം. തിരുവനന്തപുരത്ത് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റിന്റെ ഒരു സ്ഥാപനം, ആ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഞങ്ങൾ എടുത്ത് നടത്തിക്കൊള്ളാം, ഞങ്ങൾ വാങ്ങി. പൊതുമേഖല നിലനിർത്തി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കാൻ വേണ്ടി പോയതാണ്. കാസർഗോഡ് ബെമലിന്റെ ഒരു സ്ഥാപനം EFL, അത് ഞങ്ങൾ സംസ്ഥാന സർക്കാർ വാങ്ങി പൊതുമേഖലയിൽ നിലനിർത്തി തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിച്ചു. ആ ഞങ്ങളാണ് മുതലാളിയുടെ പാർട്ടി. ആ ഞങ്ങളാണ് മുതലാളിയുടെ പാർട്ടി. ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകൾ, ഇന്ത്യ രാജ്യത്താകെ 92,000 സ്കൂളുകളാണ് BJP ഗവൺമെന്റിന്റെ ഭരണത്തിൽ 10 വർഷത്തിനിടയിൽ 92,000 സ്കൂളുകളാണ് അടച്ചുപൂട്ടിയത്. ഏത് രാജ്യത്താ? 3.25 കോടി കുട്ടികൾ ഇപ്പോഴും സ്കൂളിൽ പോകാത്ത, പഠിക്കാൻ വേണ്ടി പോകേണ്ട പ്രായത്തിൽ സ്കൂളിൽ പോകാത്ത കുട്ടികളുള്ള 3.25 കോടി കുട്ടികളുള്ള ഒരു രാജ്യത്താണ് 92,000 സ്കൂളുകൾ അടച്ചുപൂട്ടുന്നത്. രാജ്യത്താകെ സ്കൂൾ അടച്ചുപൂട്ടിയപ്പോ നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവരുടെ മക്കൾ പഠിക്കുന്ന ഒരു സ്കൂളും പൂട്ടിയില്ല എന്ന് മാത്രമല്ല, കല്ലുകൊത്തു തൊഴിലാളിയുടെയും വീട് തൊഴിലാളിയുടെയും കർഷക തൊഴിലാളിയുടെയും കൈത്തറി തൊഴിലാളിയുടെയും കച്ചവടക്കാരുടെയും മടത്തരക്കാരുടെയും പാവപ്പെട്ടവന്റെയും ചുമട്ട് തൊഴിലാളിയുടെയും എല്ലാ മക്കൾ പഠിക്കുന്ന സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയ പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇടതുപക്ഷം. ആ ഞങ്ങള് മുതലാളിയുടെ പാർട്ടി. ആരാ മുതലാളിയുടെ പാർട്ടി? ഞങ്ങളാണ്.
എന്നിട്ട് പറയാണ് നിങ്ങൾ മലയാളിയുടെ വാർത്ത എന്താ പറയണം? ഇത് ഏതെങ്കിലും ഒരു പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ആൾ ഉത്തമ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് ഏഷ്യാനെറ്റും അതുപോലെ തന്നെ മാമന്നാപ്പിള്ളയുടെ മലയാള മനോരമയാണ് ഉത്തമ കമ്മ്യൂണിസ്റ്റ് ഇമാതിരി വർത്തമാനം പറയാൻ കഴിയോ? ആ പുസ്തക പ്രകാശനത്തിൽ ഉദ്ഘാടനത്തിൽ പറഞ്ഞെന്താ? SLC ഇല്ലാതെ കരാറുണ്ടാക്കി പിണറായി വിജയൻ അഴിമതി നടത്തുന്നത് പ്രസംഗിക്കുന്ന നിങ്ങൾ കേട്ടില്ലേ? എന്താ ലാവ്ലിംഗ് കരാർ? ലാവ്ലിംഗ് കരാർ ഉണ്ടാക്കിയത് UDF ഗവൺമെന്റ് അല്ലേ? അന്ന് കാർത്തികേയനായിരുന്നില്ലേ വൈദ്യുത മന്ത്രി? പിന്നീട് ചെയ്തെന്താ? ആ കരാറിന്റെ പശ്ചാത്തലത്തിൽ കാനഡയിൽ പോയിട്ട് സഖാവ് നായനാരും സഖാവ് പിണറായി ചേർന്ന് ചർച്ച നടത്തി മലബാർ ക്യാൻസർ ആശുപത്രി എന്ന് പറയുന്ന ഒരു ആശുപത്രി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ ഇടപെട്ടു അല്ലേ ചെയ്ത്? ഇപ്പൊ ആളുകൾക്ക് മനസ്സിലാവും അതിന്റെ പേരാണ് CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. കനേഡിയൻ ഗവൺമെന്റ് അവിടെയുള്ള ഏതെങ്കിലും ഒരു ഏജൻസി ഒരു പദ്ധതി മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിന്റെ ഭാഗമായി പണം കൊടുക്കാൻ വേണ്ടിയുള്ള വ്യവസ്ഥയുണ്ട്. അതുപയോഗിച്ച് ചർച്ച ചെയ്ത് 100 കോടി രൂപയുടെ ക്യാൻസർ ആശുപത്രി ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിന് 10-30 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് ക്യാൻസർ ആശുപത്രി ഇങ്ങനെ കെട്ടിടം പണി ഉൾപ്പെടെയുള്ളവ പൂർത്തിയായി. അപ്പോഴത്തേക്ക് ആ ഗവൺമെന്റ് മാറി പുതിയ ഗവൺമെന്റ് വന്നു. പുതിയ ഗവൺമെന്റ് വന്നു, ആന്റണിയുടെ ഗവൺമെന്റ്. CSR ഫണ്ട് എങ്ങനെയാണ് വാങ്ങുന്നതെന്ന് വ്യക്തിപരമായിട്ട് നേരിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. എല്ലാ തുകയും ഒന്നിച്ച് കിട്ടൂല, ഗഡുക്കളായി കിട്ടൂ. 5-6 ഗഡുക്കൾ ആദ്യത്തെ ഗഡു പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അതിന് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി കൊടുക്കണം, UC. അത് കൊടുത്താലേ അടുത്ത ഗഡു കിട്ടൂ. ആന്റണി വന്നതിന് ശേഷം യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല, ബാക്കി പണം കിട്ടിയില്ല. അതല്ലേ വസ്തുത? ആ വിഷയം കോടതിക്ക് വന്നപ്പോ CBI-യോട് ഹൈക്കോടതി ഉപയോഗിച്ച വാക്കുണ്ട്. Any person having a modicum of law in his cranium cannot propagate this kind of proposition. എന്നിട്ട് പറഞ്ഞു, we cannot accept any agency to use this kind of proposition for establishing their case. എന്ന് പറഞ്ഞാൽ തലച്ചോറ് നിയമത്തിന്റെ ലെവലേഷൻ കണികൾ കിടക്കുന്ന ഒരാൾക്ക് ഇമാതിരി ഒരു വാദം ഉന്നയിക്കാൻ കഴിയുകയില്ല. തങ്ങളുടെ വാദം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇമാതിരി വാദം ഉന്നയിക്കുന്നതിന് ഈ കോടതിക്ക് അനുവദിക്കാനും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ കേസാണ് ലാവ്ലിംഗ് കേസ്. അതിന്റെ പേര് CBI കൊണ്ടുള്ള ഹർജിയാണ് സുപ്രീം കോടതിയിലുള്ളത്. സുപ്രീം കോടതി അത് എടുക്കുന്നില്ല. CBI പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പൊ എടുക്കല എടുത്ത അപ്പോൾ കാറ്റ് ചെയ്യും. എന്നിട്ട് CBI അഭിഭാഷകർ ആരുമായി മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്ന കേസാ കേസ്. ആ കേസ് തള്ളിയ കേസാ. അത് വെച്ചിട്ടാണ് പ്രസംഗം. എന്തിനു വേണ്ടിയാ? ആർക്കെതിരാ? പാർട്ടി ആക്രമിക്കുന്നതിന് വേണ്ടിയല്ലേ? അതിനു വേണ്ടിയില്ലേ നുണപ്രചരണം? പാർട്ടിക്കകത്തെത്തുന്ന സമയത്ത് എന്തൊക്കെ കെടുതികൾ ചെയ്തു? പാർട്ടിക്കകത്തേക്കുമ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ പൊടിപ്പും തൊങ്ങലും വെച്ച് വാർത്ത ചോർത്തി കൊടുത്തു എന്നുള്ള കാര്യം ഇപ്പൊ തുടങ്ങില്ലേ? അതുകൊണ്ടല്ലേ ഏഷ്യാനെറ്റിൽ പോയിട്ട് അഭിമുഖം കൊടുത്തു. ഇക്കാര്യം ഞാൻ 10 ദിവസം നടത്തി പറഞ്ഞപ്പോ ഉടൻ തന്നെ പറയുകയാണ് ഇങ്ങനെ സ്ഥാപിക്കാൻ വേണ്ടി KK രാഗേഷ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ തെറ്റാണ്?